Welcome to CML Infotech. Today we're talking about EHRP, advanced topic from CCNA. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് EHRP redistribution, EHRP auto summary. Today we can discuss about EIGRP manual summary, which means നിങ്ങൾക്ക് let's say R1. We can consider this is as ISP router. Here you will have customer A having one class full network. Example, you have let's say 210, any address 210, example 240, 0 network. So this customer A may or may not have many individual networks. These individual networks will be applicable from this subnets. But let's say we are the ISPs. We providing a network address 240 is a class C, class full networks to one of the network CA. And this CA, this customer will have multiple networks within the class full network. As an example, let's say this, we'll write in detail. Let's say this is our network, our router. We have customer A and we have customer B and we have customer C. Okay, 3 individual network. For customer A, we're gonna give 210, then 240, one of the network, X. The second network, the first two are same, then 241X. And the third one is 242X. Similarly, each customer have individual class full network. Now we're talking about one specific network. So let's say customer A, we have given 240X network. This customer A may have multiple subnetworks, multiple individual customers within CA. Example, CA.1, one customer within CA, customer A. This is CA.2 within customer. So the customer A is giving a network to them, let's say 210, 240, then maybe 0 slash, let's say 26, subnetting. And within 26, they have 4 individual networks giving to 4 individual networks, subnetting. Similarly, there is another major network, which are 241. And the 241 have multiple subnetwork. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമറിന്റെ അണ്ടറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലാസ് ഫുൾ നെറ്റ്വർക്കിനെ നമ്മുടെ കസ്റ്റമർ അവരുടെ കസ്റ്റമേഴ്സിനെ സബ്നെറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇവിടുന്ന് ഇത് നമ്മുടെ നെറ്റ്വർക്ക്, ഇത് നമ്മുടെ കസ്റ്റമറിന്റെ നെറ്റ്വർക്ക്. നമ്മുടെ കസ്റ്റമറിന് കുറെ എക്സ്ട്രാ കസ്റ്റമേഴ്സ്. അഗെയിൻ നമ്മുടെ ഒരു കസ്റ്റമർ
അവർക്ക് വീണ്ടും കുറേ സബ് കസ്റ്റമേഴ്സ്. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ക്ലാസ്ഫുൾ നെറ്റ്വർക്ക് 1 second classful network. Within one classful network, they may or may not subdivided into multiple in terms of subnetting. അപ്പം ഈ റൗട്ടറിനെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ വരുന്ന സബ്നെറ്റിംഗ് വാല്യൂസ് എല്ലാം ഈ റൗട്ടറിൽ എത്തുമ്പോൾ ഒറ്റ നെറ്റ്വർക്ക് ആവും. സബ്നെറ്റിംഗ് എല്ലാം അതിന്റെ റെസ്പെക്റ്റീവ് സിംഗിൾ ക്ലാസ് ഫുള്ളിലേക്കാവും. അങ്ങനെ നമുക്കൊരു 10 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഓരോ ക്ലാസ് ഫുൾ നെറ്റ്വർക്ക്സ് ആണ് കൊടുക്കുന്നത്. ആ ഓരോ കസ്റ്റമേഴ്സും അവരുടെ സബ് നെറ്റ്വർക്ക്സിന് അവർ സബ്നെറ്റ് ചെയ്തിട്ട് കൊടുക്കും. സോ നമ്മുടെ കസ്റ്റമറിന്റെ അണ്ടറിൽ വരുന്ന എനി മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന്റെ സബ്നെറ്റ്സ് എല്ലാം നമ്മുടെ കസ്റ്റമറിലേക്ക് സിംഗിൾ നെറ്റ്വർക്ക് ആയിട്ടാണ് വരിക. നമ്മുടെ കസ്റ്റമറിൽ നിന്നും നമുക്കത് ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു റൗട്ടറിന്റെ അടുത്ത് എത്തുമ്പോൾ ആ ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോവുക. മനസ്സിലാക്കണം, നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമറിന്റെ താഴെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെയും സബ്നെറ്റിംഗ് വാല്യൂ നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ സിംഗിൾ നെറ്റ്വർക്ക് ആവും. ഇതിനാണ് നമ്മൾ ഓട്ടോ സമ്മറി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടോ അത്രയും കസ്റ്റമേഴ്സിന്റെ ഡയറക്റ്റ് സബ്നെറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മുടെ റൗട്ടറിലേക്ക് വരിക. നമ്മുടെ റൗട്ടർ ഇത് പുറത്തേക്ക് പുറന്തള്ളുമ്പോൾ ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അയക്കും. സോ ഇത് നമ്മുടെ റൗട്ടർ, ഇത് നമ്മുടെ ഔട്ട്സൈഡ് വേൾഡ്, മേ ബി ഗൂഗിൾ, മേ ബി യാഹൂ, മേ ബി സം അതേഴ്സ്. ഓക്കെ, ഇത് നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ്. ഇത് നമ്മുടെ മൾട്ടിപ്പിൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സ്. ഇവിടുന്ന് വരുന്ന ഓരോ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സും സബ്നെറ്റിംഗ് ചെയ്തത് ഇവിടെ എത്തുമ്പോൾ സിംഗിൾ വാല്യൂ ആവും. ഇവിടുന്ന് നമ്മളിലേക്ക് അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ വരിക. കാരണം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഒരു ക്ലാസ് ഫുൾ ആണ്. അപ്പൊ നമുക്ക് 4 ക്ലാസ് ഫുൾസ് ഉണ്ട്. ഈ 4 ക്ലാസ് ഫുൾസും നമ്മുടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പോകും. സബ്നെറ്റിംഗ് ചെയ്ത വാല്യൂ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സിംഗിൾ ആവും. പക്ഷെ സബ്നെറ്റിംഗ് ചെയ്യാത്തതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടും അത് സബ്നെറ്റിംഗ് ചെയ്യാതെയാണ് പോവുക. അപ്പം സബ്നെറ്റിംഗ് ചെയ്യാത്ത ക്ലാസ് ഫുൾ നെറ്റ്വർക്കിനെ എങ്ങനെ സിംഗിൾ നെറ്റ്വർക്ക് ആക്കാം എന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഡിസൈനിനകത്ത് നമുക്ക് 3 റൗട്ടേഴ്സ് ഉണ്ട്, R1, R2, R3. ഈ 3 റൗട്ടേഴ്സിന്റെ R1-നകത്ത് നമ്മൾ കുറച്ച് ക്ലാസ് ഫുൾ നെറ്റ്വർക്ക്സ് ഇടാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ R1 റൗട്ടറിന്റെ അകത്ത് let's say nodes. നമുക്ക് ഇത്ര let's say നമുക്ക് റിലേഷൻ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇതില് നമ്മുടെ R1-നകത്ത് ഇത് ലൂബാക്കിന്റെ നമ്പർ, ഞാൻ ആദ്യത്തെ 2 ഓക്ടറ്റ് ആണ് ലൂബാക്കിന്റെ നമ്പർ, രണ്ടാമത്തെ 2 ഓക്ടറ്റ് ആണ് ലൂബാക്ക് നമ്പർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 210, 210, 210, 240 എന്ന് പറയുമ്പോൾ അതൊരു ക്ലാസ് സി ക്ലാസ് ഫുൾ നെറ്റ്വർക്ക് ആണ്. അതേപോലെ 210, 241, 210, 242, 210, 243 ഇതൊക്കെ ഓരോ ക്ലാസ് സിയിലെ ഓരോ ക്ലാസ് ഫുൾ നെറ്റ്വർക്ക്. ഉദാഹരണത്തിന് ഇതിന്റെ 210, 210, 240 എന്ന് പറയുന്നതിന്റെ ഇതൊരു ക്ലാസ് ഫുൾ ആണ്. ഇതിന്റെ ഒരു സബ്നെറ്റിംഗ് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതാം. ഉദാഹരണത്തിന് ഇതിന്റെ സബ്നെറ്റിംഗ് എക്സാമ്പിൾ /26 എന്ന് പറയുമ്പോൾ അതിന്റെ സബ്നെറ്റ് മാസ്ക് എത്രയായി? 255, 255, 255, 26. അപ്പം 192.
ഇത് 240 എന്ന് പറയുന്ന നെറ്റ്വർക്കിലെ ഒരു സബ്നെറ്റ്. അതേപോലെ ഇത് 65, ഇത് 120, 129, ഇത് 193. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 210, 210, 240 എന്ന് പറയുന്ന ഈ മേജർ ക്ലാസ് സി ക്ലാസ് ഫുൾ നെറ്റ്വർക്കിന്റെ അകത്ത് വരുന്ന ഒരു 4 സബ്നെറ്റിംഗ് ആണിത്. നമ്മൾ ഒരു റൗട്ടറിന്റെ താഴെ വരുന്ന 4 വീലാനോ 4 സ്വിച്ചോ 4 നെറ്റ്വർക്കോ അതിന് നമ്മൾ ഈ രീതിയിൽ സബ്നെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഈ നെറ്റ്വർക്കിലേക്ക് അത് മാറും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ R1ലാണ് ഇരിക്കുന്നത്. R1നകത്ത് നിങ്ങൾക്ക് 6 ക്ലാസ് സി ക്ലാസ് ഫുൾ നെറ്റ്വർക്ക് ഉണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്ക് R1ന്റെ താഴെ നിങ്ങൾക്ക് 6 കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ 210, 210, 240 എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന്റെ താഴെ, നിങ്ങളുടെ ഡയറക്റ്റ് കസ്റ്റമറിന്റെ താഴെ വീണ്ടും 4 അഡീഷണൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല. അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കസ്റ്റമറാണ്. അപ്പം അവരുടെ സബ്നെറ്റിംഗ് ചെയ്ത നെറ്റ്വർക്ക് നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ സിംഗിൾ എൻട്രി ആയിട്ട് എത്തും. അങ്ങനെ നിങ്ങൾക്ക് 6 ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഈ 6 ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ ക്ലാസ് സി ക്ലാസ് ഫുൾ നെറ്റ്വർക്ക് നിങ്ങൾക്ക് 6 എണ്ണമായിട്ടാണ് കാണുക. അതേസമയം നിങ്ങളുടെ ഒരു കസ്റ്റമറിന്റെ അണ്ടറിൽ വരുന്ന 4 നെറ്റ്വർക്ക് ആ കസ്റ്റമറിന് സിംഗിൾ ആയിട്ടാണ് കാണുന്നത്. അതാണ് വ്യത്യാസം. കാരണം അത് സബ്നെറ്റിംഗ് ചെയ്തത് സിംഗിൾ ക്ലാസ് ഫുൾ ആയിട്ട് കാണുന്നു. നിങ്ങൾക്കെല്ലാം ഇൻഡിവിജ്വൽ ക്ലാസ് ഫുൾ ആണ്. അപ്പം ഈ ക്ലാസ് ഫുൾ നെറ്റ്വർക്കിന് നിങ്ങൾ എങ്ങനെ സിംഗിൾ ആക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, എന്തിനു വേണ്ടി സിംഗിൾ ആക്കുന്നു? കാരണം നിങ്ങളുടെ ഈ 6 നെറ്റ്വർക്കും R1 R2ലേക്ക് പോകുന്നത് ഈ വാൻ ഇന്റർഫേസ് വഴിയാണ്. അപ്പം എൻട്രി ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ അത്രയേ സ്പേസ് എടുക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആദ്യം ഇത് പബ്ലിഷ് ചെയ്യാം. R1നകത്ത് സെലക്ട് ഇത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് R1ൽ പോവാ. R1ൽ പോവാ. enable config paste do show IP int brief. കണ്ടോ, നിങ്ങൾക്ക് 6 ക്ലാസ് ഫുൾ നെറ്റ്വർക്ക് ഉണ്ട്. ഇത് നിങ്ങൾ റൗട്ട് ചെയ്യണം. റൗട്ടർ EIGRP example 100 network 210.210.240.0 241 242 243 244 245. Another network you have 7.1.10.0 0.0.0. സബ്നെറ്റിംഗ് ചെയ്തതാണെങ്കിൽ നിങ്ങൾ അതിന്റെ വൈൽഡ് കാർഡും കൂടെ റെപ്രസെന്റ് ചെയ്യണം. എത്ര ഉണ്ട്? 20 എണ്ണം ഉണ്ട്. 11 11 12 13 14 15 16 17 അങ്ങനെ 20 വരെ നെറ്റ്വർക്ക് ഉണ്ട് നമുക്ക്. 18 19 20. നെറ്റ്വർക്ക് 10.0.0 നിങ്ങളുടെ LAN ഇന്റർഫേസ്. നെറ്റ്വർക്ക് 25.0.0 നിങ്ങളുടെ വാൻ ഇന്റർഫേസ്. അപ്പൊ നമ്മൾ R1നകത്ത് റൗട്ടിംഗ് പബ്ലിഷ് ചെയ്ത് ഇനി നമുക്ക് R2നകത്ത് പോവാം. R2നകത്ത് 25 50 50 20. R2 enable router EIGRP 100 network 50 network 20 network 25. ഇനി നമുക്ക് R3 റൗട്ടറിനകത്ത് കയറാം. R3 router enable router EIGRP 100 network 30 0 network 25 0 sorry network 50 0. 25 ഇല്ല,
So no network. Show IP route. ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ഷോ IP route EIGR. നിങ്ങൾക്ക് 7 എന്ന് പറയുന്ന 7.10.11 മുതൽ 20 വരെ നിങ്ങൾ നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരൊറ്റ നെറ്റ്വർക്ക് ഇവിടെ കാണുന്നുള്ളൂ. So we can ping to individual network 7.10.10.1. ഏതായിരുന്നു നമ്മുടെ നെറ്റ്വർക്ക്? So let's say we'll go back to R1 7.1.10. Show IP INT 7.1.10.1. Show IP protocol 7.1.10.1. So we go back to, let's say, R2. Do show IP route. Here you can see 7 dot network. So we'll ping to ping 7 dot. Okay. 7.1.10.1. നമുക്ക് ping ഉണ്ട് 7.1.11.20. എല്ലാ 7 നെറ്റ്വർക്കിലെ എല്ലാ നെറ്റ്വർക്കിനകത്തേക്ക് നിങ്ങൾക്ക് റീച്ചബിലിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങളുടെ റൗട്ടിംഗ് ടേബിളിനകത്ത് ഒറ്റ എൻട്രി കാണുന്നുള്ളൂ. ദിസ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഓട്ടോ സമ്മറി. ഓട്ടോ സമ്മറി മീൻസ് സബ്നെറ്റിംഗ് ചെയ്തതിന് സിംഗിൾ ക്ലാസ് ഫുൾ ആക്കി മാറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം 210 എൻട്രി എല്ലാം ഇൻഡിവിജ്വലാണ് കാണുന്നത്. ദ റീസൺ 210 ക്ലാസ് സി എന്ന് പറയുമ്പം /24 നിങ്ങൾ സബ്നെറ്റിംഗ് ചെയ്തിട്ടില്ല, ഇത് ക്ലാസ് ഫുൾ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ പിങ് .1 then 241 അങ്ങനെ നമുക്ക് 245 വരെ ഉണ്ട്. എല്ലാത്തിലേക്കും റീച്ചബിൾ ആണ്, എല്ലാം ഇൻഡിവിജ്വൽ നെറ്റ്വർക്കാണ്. ഇതിനെ നമുക്ക് സിംഗിൾ എൻട്രി ആക്കി മാറ്റണം. അതിനൊരു എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, so let me look into this. So ഇതിനകത്ത് നിങ്ങളുടെ ഫസ്റ്റ് എൻട്രി 240, നിങ്ങളുടെ ലാസ്റ്റ് നെറ്റ്വർക്ക് 245. ഇതിനെ ഇത് ക്ലാസ് സി ഡീഫോൾട്ട് ഇങ്ങനെയാണുള്ളത്. നിങ്ങൾക്ക് ഇതിനൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ക്ലാസ് ബി ആക്കുക, ബാക്കോട്ട്. ക്ലാസ് ബി എന്ന് പറയുമ്പം ആദ്യത്തെ 2 ഓക്റ്ററ്റ് മാത്രമേ ഓൺ ഉള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം ഈ 2 ഫീൽഡും എന്താവും? 00 ആവും. അതാണ് 16. അപ്പം നമ്മൾ ഡീഫോൾട്ട് ആയിരിക്കുന്ന നെറ്റ്വർക്കിനെ ബാക്കോട്ട് കൊണ്ടുവരിക. ഇത് 24. ഇവിടെ ഞാൻ 25ഓ 26ഓ 27ഓ ഒക്കെ എഴുതുവാണെങ്കിൽ നമ്മൾ അതിനെ സബ്നെറ്റിംഗ് എന്ന് പറയും. നമ്മൾ അതിനെ നേരെ ബാക്കോട്ട് കൊണ്ടുവരിക. ബാക്കോട്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ നെറ്റിംഗ്. അതായത് ക്ലാസ് ഫുൾ വിച്ച് ഈസ് ഡീഫോൾട്ട്, ക്ലാസ് ഫുൾ അഡ്രസ്. ഇനി ഒന്നാണ് ക്ലാസ് ലെസ്. ക്ലാസ് ലെസ്സിനകത്ത് 2 എണ്ണം. ഒന്ന് സബ്നെറ്റിങ്ങും. സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോൾട്ട് വാല്യൂ എന്തുണ്ടോ അതിൻ്റെ എബവ് മുകളിലോട്ട്. പിന്നൊന്ന് സൂപ്പർ നെറ്റിംഗ്. സൂപ്പർ നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ഓർ ബാക്ക്വേർഡ്സ് ഫ്രം ദ default value. Example 10.00 നെറ്റ്വർക്ക്. ഇതിന്റെ ഡീഫോൾട്ട് എത്രയാണ്? /8 ക്ലാസ് 8. ഇത് തന്നെ ഞാൻ 10.0.0.9 10 11 12 എബോവ് എഴുതുവാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്നെറ്റ്. ഇത് തന്നെ 10.00/9
ഞാൻ 8ന് പകരം 7ഓ 6ഓ 5ഓ ബാക്കോട്ട് എഴുതുവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർനെറ്റ്. ഇത് തന്നെ ഞാൻ ഉദാഹരണത്തിന് ലെറ്റ്സ് സേ 192 ക്ലാസ് സി. അപ്പം 24 എന്ന് പറയുമ്പം ക്ലാസ് സി, ഇത് ക്ലാസ് എ. അപ്പം ഈ 192നെ ഞാനൊരു 25ഓ 26ഓ എഴുതുവാണെങ്കിൽ സബ്നെറ്റ്. ഇതേ 192ന് ഞാൻ 24 അപ്പം ഞാനൊരു 22ഓ അല്ലെങ്കിൽ ഇതിനെ ബാക്കോട്ട് 6ഓ 5ഓ എനി ബാക്ക്വേർഡ് വാല്യൂ, ലോവർ വാല്യൂ ദെൻ ദ ഡിഫോൾട്ട് കോൾ സൂപ്പർനെറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഈ നമ്മുടെ ലാബിനകത്തുള്ള 210 നെറ്റ്വർക്കിനെ ഞാൻ ബാക്കോട്ട് എഴുതാം. /16 തന്നെ എഴുതണമെന്നില്ല. അപ്പം 22 ഈ 5 വാല്യൂ മിനിമൈസ് ചെയ്യുന്ന എനി ഡിജിറ്റ്, ലെറ്റ്സ് സേ 20 or 16 എനിത്തിങ്. സോ ഇത് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത് ഇന്റർഫേസ് ലെവലിലാണ്. നമ്മുടെ ഡിസൈനിനകത്ത് 210 വാല്യൂ ഇരിക്കുന്നത് R1ലാണ്. അപ്പൊ R1 നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇതിനെ സമ്മറൈസ് ചെയ്യണം. അപ്പൊ S00നകത്ത് R1ന്റെ R1 റൗട്ടറിന്റെ ഇന്റർഫേസ് S, so let's say S00. R1ന്റെ S00 കയറിയിട്ട് IP summary -address ഇത് കമാൻഡ് ഈ IGRP ഏത് AS നമ്പറിലാണ് അതുള്ളത്, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നെറ്റ്വർക്ക്, ഫോർ എക്സാമ്പിൾ 210 നെറ്റ്വർക്ക്, പിന്നെ അതിന്റെ റെസ്പെക്റ്റീവ് സബ്നെറ്റ് മാസ്ക്, നമ്മൾ എത്രയാണോ ഷോർട്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വാല്യൂ. ഇപ്പൊ 255.255.0.0 എന്ന് പറഞ്ഞാൽ /16 ആയി. സോ ലെറ്റ്സ് സേ നമുക്കിത് R1ൽ കോൺഫിഗർ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് R2നകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടു. ഷോ IP റൗട്ട് EIGRP. നമ്മൾ നിൽക്കുന്ന R2 റൗട്ടറിലാണ്. 210 എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നു. അടുത്ത റൗട്ടർ നമുക്ക് R3 റൗട്ടർ, അതിനകത്തും ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നു. നമുക്ക് R1നകത്ത് കയറിയിട്ട് നമ്മളത് കോൺഫിഗർ ചെയ്തു. ഡു റൈറ്റ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് S00 കാറ്റ് കയറിയിട്ട് EIGRP AS100 വഴി 210 നെറ്റ്വർക്കിനെ സമ്മറൈസേഷൻ മാനുവലി ചെയ്യാൻ, സമ്മറി എന്ന് പറയുക. ഓട്ടോ സമ്മറി, മാനുവൽ സമ്മറി. ഇത് നമ്മൾ ചെയ്യുന്നത് മാനുവൽ സമ്മറി. കാരണം ക്ലാസ് ഫുൾ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി സമ്മറൈസ് ആവില്ല. അതേ നിങ്ങളൊരു സബ്നെറ്റിംഗ് ചെയ്ത ലാബ് ആണെങ്കിൽ ആ സബ്നെറ്റിംഗ് ചെയ്തതെല്ലാം അതിന്റെ മേജർ ക്ലാസ് ഫുള്ളിലേക്ക് ഓട്ടോ സമ്മറൈസേഷൻ നടക്കും. നമ്മളിവിടെ ഓട്ടോ സമ്മറി കോൺഫിഗർ ചെയ്തു, മാനുവൽ സമ്മറി കോൺഫിഗർ ചെയ്ത് ഇനി R2ലേക്ക് പോവാം. നമ്മൾ ആദ്യം കണ്ടത് 210 ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു. അപ്പൊ നോക്കിയേ, 210 സമ്മറൈസ് ചെയ്തു, സിംഗിൾ എൻട്രി ആയി. മറ്റേത് നമുക്ക് കുറച്ച് മുമ്പ് നോക്കിയപ്പം 210 ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഓക്കെ, ഇത് തന്നെ നമ്മൾ R3കകത്തും കയറി നോക്കാം. നമ്മൾ സിംഗിൾ എൻട്രി ആയിട്ടാണ് കാണുന്നത്. Okay, so this is what we call as auto summarization. ഇനി നമുക്ക് അടുത്തൊരു മെയിൻ ടോപ്പിക് പറയാനുള്ളത് EIGRP നോൺ പീരിയോഡിക് അപ്ഡേറ്റ് ആണ്. അതായത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അയക്കുള്ളൂ. റിപ്പ് പോലെ എല്ലാ ഒരു പീരിയോഡിക്കിനും അയക്കില്ല. ഇനീഷ്യലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് എല്ലാ നെറ്റ്വർക്കും ലേൺ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അറിയിക്കുള്ളൂ. Thank you for joining with us. Today we learn about manual summarization from EIGRP.
Thank you. Have a good day.